ഹേ ഗായ്സ്, അപ്പം നമ്മളിതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഇപ്പം 10:30 ആയിട്ട് 10 മണിയായിട്ടുണ്ട്. ഞാൻ റെഡിയായി. അപ്പം നമുക്കിനി പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഫുഡ് നമ്മൾ പുറത്ത് നാട്ടോ, അത് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൗഫേ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ആലോചിക്കും, ഇപ്പോഴത്തേക്ക് പെരുന്നാൾ എന്താ, പണ്ടത്തെ പെരുന്നാളൊക്കെ നല്ല. സത്യം പറയാമല്ലോ, ഞങ്ങൾക്കിത് മുമ്പ് ഒരു കുഞ്ഞ് കുടുംബ വീടുണ്ടായിരുന്നു. അവിടുത്തെ പെരുന്നാളായിരുന്നു മോനെ പൊള്ളി. എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ കുറേ കൊച്ചു കൂട്ടുകാരിമാരും വലിയ കൂട്ടുകാരിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ട് മൈലാഞ്ചി ഇടലും എല്ലാം, കളിയും ചിരിയും, അതൊക്കെ ഒരു കാലം. ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ഒരു പെരുന്നാളിലെ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പെരുന്നാളൊന്നും ഒന്നുമല്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞ പെരുന്നാളാട്ടോ ഇഷ്ടം. അപ്പോൾ ഇവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്കങ്ങനെ വലുതായിട്ട് പെരുന്നാളൊന്നും കൊള്ളാനൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ അവിടെയൊക്കെ പോകും. ഞാൻ എന്താ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. അങ്ങനെ നമുക്ക് ഈദ് മുബാറക്കായി. അപ്പോൾ ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നു. എന്തോ ഒരു സന്തോഷം, നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും. നമുക്ക് ബാക്കിയുള്ള വിശ്വസിക്കണം. സാധാരണ ഉമ്മമാർ നമുക്കല്ലേ മൈലാഞ്ചി ഇട്ടാനുള്ള, ഇവിടെ നേരെ തിരിച്ചാട്ടോ. ഉമ്മാക്ക് നമ്മളാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉമ്മാക്ക് ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ടെടുത്ത് പിറ്റേന്നാട്ടോ ഇട്ടത് ഉമ്മ മൈലാഞ്ചി. തലേന്ന് സമയമൊന്നും കിട്ടിയില്ല ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്താ ഒരുങ്ങുന്ന പരിപാടികളിലാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ പെരുന്നാളിനെടുത്ത ഡ്രസ്സ് ഞാൻ ഒരുങ്ങി, എല്ലാം മുടിയൊക്കെ സെറ്റാക്കി കെട്ടി എല്ലാം സെറ്റായി ഞാൻ ഒരുങ്ങിയിട്ട് ഫുഡ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. വാപ്പയും മിക്കയും കൂടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് ഫുഡ് ഒരുമിച്ച്. അങ്ങനെ വാപ്പായിക്കായൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടങ്ങ് ഇരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് നല്ല അപ്പവും നല്ല ബീഫ് കറിയായിരുന്നു ഗായ്സ്. അപ്പം ഫുഡൊക്കെ കഴിച്ചു, നല്ല വയറൊക്കെ നിറഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോൾ വാപ്പുമാരെ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോഴത്തേക്കും നമ്മൾ വരാം. ഭയങ്കര ശബ്ദം, പിള്ളേർ പെരുന്നാപ്പം എങ്ങനെയാണ് നടി കൂടും. അങ്ങനെ നമ്മൾ വാപ്പുമാരെ വീട്ടിൽ പോയട്ടോ. മന്തിയാട്ടോ, ബീഫ് മന്തി. നമ്മൾ എന്തൊരു വെറൈറ്റി വെച്ച് ബീഫാണ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നോക്കാന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ബീഫ് നല്ല സോഫ്റ്റ് ആട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിന് പെരുന്നാൾ കോഡ് ഇതാണ്. ഇവളെത്തും എന്താണ്, ഞങ്ങൾ രണ്ട് സെയിം വെച്ചാണ് ചേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ